തെരുവിൽ ഭിക്ഷ എടുക്കുന്ന ആളുകൾക്കുള്ളൊരു മാന്യത മര്യാദ പോലും ഇല്ലാത്ത ഒരു കോളേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. എനപ്പോവ കോളേജ്, ബാംഗ്ലൂർ. ഓക്കെ, അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഞാൻ മനു ശങ്കർ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടത്. അപ്പോൾ യൂട്യൂബ് ചാനലിനകത്താണെങ്കിൽ അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു കോളേജിനെതിരെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കൂടെ അവൻ്റെ ചാനലിൽ കാണുകയുണ്ടായി. അതിനകത്ത് ഈ പയ്യൻ ആ ഒരു കോളേജിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ, ഈ പയ്യൻ എന്തോ പ്രശ്നമുള്ളൊരു പയ്യനാണ്, എന്തൊക്കെയോ ശാരീരികപരമായിട്ട് പ്രശ്നമുള്ളൊരു പയ്യനാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവന് ആരൊക്കെയോ വോയിസ് മെസ്സേജ് അയക്കുന്നൊക്കെ ഇവന് കിട്ടി. അത് വെച്ച് ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കിന് ഇത്രയും ഗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ വേറെ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? കാര്യം അവൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ആ ഒരു കോളേജിലെ ഇത്രയും വലിയൊരു ഫ്രോഡ് പരിപാടിയെ പറ്റിയിട്ടൊക്കെ അവൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാതെ എങ്ങനെ ഇരിക്കും? എന്തായാലും അവനകത്ത് ആ വീഡിയോക്കകത്ത് അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് പ്ലേ ചെയ്യാം. പ്രസ്തുത കോളേജ് പറയപ്പെടുന്ന കോളേജ് നിലനിൽക്കുന്ന സ്ഥലം വെച്ചാൽ ഭാരതീയ സിറ്റിയാണ്, ബാംഗ്ലൂർ. ഇത് വെച്ച ഒരു IT പാർക്കാണ്. ഈ IT പാർക്കിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോളേജ് പറയാൻ എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല, ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഈ IT പാർക്കിൽ ഒരു IT കമ്പനീൻ്റെ ബിൽഡിങ്ങിൽ 2ഉം 3ഉം നിലയിലായിട്ടാണ് ഈ സിസ്റ്റം പോകുന്നത്, ക്ലാസ് എടുക്കുന്ന സംഭവം. കോളേജ് പറയുന്നില്ല, ആ 2 നില അവർക്കില്ല. പക്ഷേ പ്രൊമോട്ട് ചെയ്യുമ്പം ഈ മൊത്തം ക്യാമ്പസും കാണിച്ച് ആ മൊത്തം ബിൽഡിങ്ങും കാണിച്ചിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് പിള്ളേർ അങ്ങോട്ട് പോകുന്നത്. ഏത് നല്ല ക്യാമ്പസ് ലൈഫ് കിട്ടും, അതാണ് ഇതാന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇവർ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന സംഭവമല്ല ആടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു IT കമ്പനിയുടെ ബിൽഡിങ്ങിലാണ് ഇവരുടെ ഈ ഒരു കോളേജ് നിൽക്കുന്നത്. അതായത് ഈ ഒരു ഫുള്ളായിട്ടുള്ള ഈ ഒരു IT കമ്പനിയില്ലേ, ഇത് ഇവരുടെ മുഴുവനായിട്ടും ഇത് ഇവരുടെ കോളേജാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് വെറും 2 ബിൽഡിംഗ് മാത്രമേ ഇവർക്കുള്ളൂ. കൊള്ളാടെ. ആൻഡ് ഇവരുടെ പ്രൊമോഷൻസ് ഒക്കെ ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹനാൻ സ്റ്റോറീസിനെ അതിനകത്തിലെ ഹനാൻ ബ്രോനെ അറിയാമല്ലോ, പാട്ട് പാടുന്നത്. അപ്പം ആ ചേട്ടൻ്റെ ആണെങ്കിൽ ചാനലിനകത്ത് ഇതുപോലൊരു ഈ ഒരു കോളേജിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പം പുള്ളിക്ക് കിട്ടിയ പ്രൊമോഷൻ പുള്ളി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോളേജ് ഇത്രയും വലിയ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുക മുഴുവനായിട്ടും ഈ ഒരു ബിൽഡിംഗ് ഇവരുടേതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ 2 ബിൽഡിംഗ് മാത്രമേ ഇവർക്ക് ഉള്ളൂ. ഞാൻ അവിടെ പോയി കുടുങ്ങിയൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കും. ഞാനോ കുടുങ്ങിപ്പോയി, വേറെ ആരും കുടുങ്ങിക്കൂടാ. ഞാൻ കുടുങ്ങിയിട്ടാണെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതിയാക്കി വന്നിട്ട് ഇപ്പം ഞാൻ അവിടുന്ന് സർട്ടിഫിക്കറ്റ് വയ്ക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. ഞാൻ ഇത്രയും കൊല്ലം പഠിച്ചുണ്ടാക്കിയ എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ട് അവരെന്നോട് പൈസ വയ്ക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി ആരും അവിടെ പോയി തലവെച്ചുകൂടാ, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആ കോളേജിൽ പോയിട്ട് ഇവൻ പെട്ടുപോയതെന്നാണ് ഇവർ മനസ്സിലായതിനു ശേഷം ഇവനെ തിരിച്ച് പോകാൻ നേരം ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല. ഇതൊക്കെ ഇവർ പിടിച്ചു വെച്ചേക്കുക. എന്ത് തോന്നിയാസോടെ അവിടുത്തെ എന്തുകൊണ്ടാണ് ഇവൻ പെട്ടുപോയി പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ അതോടെ അവിടെ ട്രൈ ചെയ്യാം. ഫസ്റ്റ് ദിവസം മുതലേ കഥ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് ദിവസം നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്റ്റെപ്പ് കയറി പോകണം. ഇത്രയും 14 നിലയായിട്ടുള്ള ബിൽഡിംഗ് അത്. ആ 14 നിലയിലെ ബിൽഡിങ്ങിൽ 4 ലിഫ്റ്റായിട്ടുണ്ടാകണം. നമുക്ക് മെയിൻ എൻട്രൻസ് വഴി കയറാൻ കഴിയില്ല. നമ്മ സ്റ്റെപ്പും കയറി 4ാമത്തെ നില വരെ പോകണം. ലിഫ്റ്റ് നമ്മൾ യൂസാക്കി കൂടാ പോലും. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ലിഫ്റ്റ് നമുക്ക് യൂസാക്കാൻ കഴിയില്ല. ഓക്കെ, ക്ലാസ് കയറി ക്യാമ്പസിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് വരുന്ന സാധനം അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഫോണിൽ ആ റേഞ്ച് കിട്ടില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ മൊത്തം വൈഫൈ ഉണ്ട്, കോളേജിൻ്റെ വൈഫൈ. അത് നമുക്ക് യൂസാക്കാൻ കഴിയില്ല. ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്നത് നമുക്ക് ലിഫ്റ്റ് യൂസാക്കാൻ കഴിയില്ല, വൈഫൈ വരെ തരുന്നില്ല. ഓക്കെ, മൂന്നാമത് ഇപ്പം ആ ക്യാമ്പസിൽ പഠിക്കുന്ന ഞാൻ ഇപ്പം ആ കോളേജിൻ്റെ താഴെ ഇറങ്ങി വന്നാൽ തന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ടിനെ കാത്തിക്കുന്നതാണെങ്കിൽ ഓൻ വരുന്നവരെ ഞാൻ അവിടെ 2 മിനിറ്റ് നിന്നാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. സെക്യൂരിറ്റി ഇതാ ഈ സാധനം കണ്ട ഈ പച്ചച്ചരട് ഇത് കഴുത്തില്ലെങ്കിൽ ഓടിക്കോ പറയും. അവിടെ നിൽക്കാനൊന്നും കഴിയില്ല. എന്ന് അവർ പറയുമ്പോൾ വേണമെങ്കിൽ പോയി മാളുടെ മുമ്പിൽ നിന്നു. ഇതെന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഈ പൈസ കൊടുത്ത് പഠിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഒരു പൈസ കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടത്തില്ല. പിന്നീട് ഈ പയ്യൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പക്ഷേ പൈസ കൊടുക്കാതെ പഠിക്കുന്ന കോളേജിലൊക്കെയാണ് നമുക്ക് എന്ത് പറയാം. ഞാൻ പഠിച്ചതും പൈസ കൊടുക്കാതെ പഠിക്കുന്ന ഒരു കോളേജിലാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇതുപോലൊരു സെക്യൂരിറ്റി കൊച്ചാട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്ക് ഫസ്റ്റ് വന്നപ്പോഴത്തേക്കിന് ഭയങ്കര മുട, എല്ലാവരും ഞങ്ങളവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, നിൽക്കാൻ സമ്മതിക്കത്തില്ല, നടക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനത്തെ കലിപ്പ് സീന്. പക്ഷേ നമ്മുടെ അടുത്ത് ഈ പരിപാടി നടന്നില്ല. നമ്മുടെ അടുത്ത് വന്ന് ഈ പരിപാടി ഇയാൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വർത്താനം പറഞ്ഞ് അവിടെ കുറച്ച് വിഷയം ഉണ്ടാക്കി. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ മച്ചാനും ആയിരുന്നു. പക്ഷേ അത് ഞങ്ങൾ പൈസ കൊടുക്കാതെ പഠിക്കുന്ന കോളേജിലായതുകൊണ്ടാണ് അത്ര ധൈര്യത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷേ പൈസ കൊടുത്ത് പഠിക്കുന്ന കോളേജിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാനൊക്കെയുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. MSc ഫുഡ് ടെക്നോളജി ഞാൻ പഠിക്കാൻ പറ്റും. ഫുഡ് ടെക്നോളജി പറഞ്ഞാൽ എന്നാൽ മെയിനായിട്ട് ലാബാണ് വേണ്ടത്. അവിടെ ലാബ് പറഞ്ഞൊരു സാധനമില്ല. അവിടെ ലാബ് പറയാൻ വേണ്ടിയിട്ട് കാണിക്കാൻ പറ്റിയ റൂം വരെ അവിടെ ഇല്ല.
ഇതൊന്നും ഇല്ലാണ്ട് അവരവിടെ കോളേജ് തുടങ്ങി. എന്നിട്ടോ വൻ പ്രൊമോഷൻ, നമ്മൾ മറ്റേ ഇൻ്റർനാഷണൽ സെറ്റപ്പാണ്, വേൾഡ് ക്ലാസ്സാണ്, കോപ്പാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു തേങ്ങ ആടില്ല. ഇതാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം ഈ പയ്യൻ പറയുന്നത്. ഇവർ പഠിക്കുന്നിടത്ത് ഇത്രയും വലിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ ഈ പഠിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഈ ലാബ് എന്ന് പറയുന്ന സാധനമില്ല. ഫുഡ് ടെക്നോളജിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ലാബാണ്. ഈ ലാബ് അവിടെ ഇല്ല. പിന്നെ എന്ത് മാങ്ങാത്തൊലിയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ ഈ പിള്ളേരെ ഈ എന്ത് അർത്ഥത്തിലാണ് ഈ പിടിച്ച് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുപ്പിക്കുന്നത്? എന്നിട്ട് ഇത്രയും വലിയ ഭീമമായ തുക നിങ്ങൾ വാങ്ങിക്കുന്നത്? നമ്മൾ എന്നിട്ട് ആ സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് ആകുമ്പം കെങ്കേരി പത്മശ്രീ കോളേജ് ഉണ്ട്, 40 കിലോമീറ്റർ അപ്പുറം. അവിടെ കൊണ്ടുപോയിട്ട് ലാബ് കഴിച്ചിന്. ഓക്കെ, നമ്മുടെ ചിലവിലെടുത്തിന് ഉച്ചക്കത്തെ ഫുഡും തന്നിന്. ഓക്കെ, അതും എന്ന് വെച്ചിട്ട് നമ്മ ഒരു കോളേജ് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ കോളേജിലെ ലാബ് വേണ്ട. അല്ലാണ്ട് ഇത് കണ്ട കോളേജിൽ പോയിട്ട് ലാബ് ചെയ്യേണ്ട അവസ്ഥ നമുക്കുണ്ടായി. മനസ്സിലായി? അതുകൊള്ളാലോ, പഠിക്കുന്ന കോളേജിൽ ലാബില്ല, അതുകൊണ്ട് അപ്പുറത്തെ കോളേജിലാണ് പോകുന്നത്. അപ്പം ഈ നിങ്ങളെങ്ങനെ കൊണ്ടുവന്ന നിങ്ങളുടെ പ്രിൻസിപ്പളാണോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ടവരാരാണോ? ഇവർക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരെ വിളിച്ചുകൊണ്ട് ഇതെൻ്റെ അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളെ ഇതുപോലെ കൊണ്ടാക്കുന്നത്. എടാ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും വലിയ ഭീമമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് വിശ്വസിച്ചുള്ള കുട്ടികൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലാബിനൊക്കെ മറ്റൊരു കോളേജിലൊക്കെ പോകേണ്ടി വരുന്നെന്ന് പറയുമ്പോഴത്തേക്കും എന്തൊരവസ്ഥയാണ് ഇതൊക്കെ? അപ്പം നമ്മളെ എക്സാം എഴുതാൻ കയറ്റിയിട്ട് ആദ്യം പ്രിൻസിപ്പാൾ പറഞ്ഞു ഇതൊന്നും പറ്റില്ല, റൂൾ പ്രകാരം നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചാലേ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റും പറഞ്ഞു. അപ്പം നമ്മയുടെ ചെറിയ കശപിശയായി. നമ്മൾ പറഞ്ഞു നമുക്കിവിടെ ലാബില്ല, നിങ്ങൾ നമ്മളെ പറ്റിക്കുന്നില്ലേ, നമ്മൾ എന്തിന് പൈസ തരുന്നത്, നിങ്ങൾ ആദ്യം ലാബാക്ക് എന്നിട്ട് നമ്മൾ പൈസ തരാമെന്ന്. മാന്യമായിട്ടുള്ള മറുപടി. കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പൈസ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് കൊടുക്കണം. ഓക്കെ, അതായത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം എഴുതണമെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പൈസയും കൂടെ നമ്മൾ അടച്ചാലേ പറ്റുള്ളൂ. ഇത് എവിടുത്തെ ന്യായമാണ്? അതിനിപ്പോൾ ഈ പയ്യൻ ചോദിച്ചേക്കുന്ന മറുപടി എന്തായാലും പറഞ്ഞേക്കുന്ന മറുപടി എന്തായിരുന്നു? നിങ്ങൾ ആദ്യം ഒരു ലാഭം ഉണ്ടാക്കുക, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പ്രകാരമുള്ളൊരു ലാഭം ഉണ്ടാക്കുക, അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ള കാര്യമല്ലേ ചെറുക്കൻ പറഞ്ഞേക്കുന്നത്. അവസാനം നമ്മൾ എക്സാം ഹാളിൽ കയറ്റിയിരുത്തി. എക്സാം ഹാളിൽ കയറ്റിയിരുത്തിയിട്ട് ഈ പ്രിൻസിപ്പാൾ പറഞ്ഞ വ്യക്തി നമ്മളോട് പറഞ്ഞ ഡയലോഗുണ്ട് എന്നറിയോ, നിങ്ങൾ ഫീസ് അടക്കാണ്ട് നിൽക്കുമായിരിക്കും, ആയിക്കോട്ടെ പ്രശ്നമില്ല, പക്ഷേ നിങ്ങളെ റിസൾട്ട് എൻ്റെ കൈമയാണ്, അത് എത്ര വേണമെങ്കിലും ലേറ്റ് ആക്കാൻ എനിക്ക് പറ്റുന്നു. അങ്ങനെ പറഞ്ഞ് പ്രിൻസിപ്പാൾ ആടിയില്ലത്. അതേതാ തയളി ആ പ്രിൻസിപ്പൾ ഗുണ്ടച്ചി മോൻ? നീ എന്തത് ഗുണ്ടായിസാണോ ഇത് പ്രിൻസിപ്പൾ കഴിവറ മോൻ്റെ? നിന്റെ സ്ഥാപനത്തിൽ പിള്ളേർ പഠിക്കാൻ വരുമ്പോഴത്തേക്കിനും നീ ഇത് ഭീഷണിപ്പെടുത്താൻ നീ ആരാടാ? നിന്നെയൊക്കെ സാറേ എന്നല്ല വിളിക്കേണ്ടത്, നിന്നെയൊക്കെ വിളിക്കേണ്ട ഭാഷയൊക്കെ വേറേതാണ്. ഓക്കെ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഈ പ്രിൻസിപ്പാളും ഡയറക്ടറും ശിങ്കിടികളെല്ലാം കൂടി നമ്മളെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു നമ്മ പുതിയ ബിൽഡിംഗ് എടുക്കുന്നുണ്ട്, ആടെ അതിൻ്റെ അപ്പുറമാണ്, അത് പണി നടക്കുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും, അങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പ്രിൻസിപ്പാൾ പറഞ്ഞ വ്യക്തി പറഞ്ഞ ഡയലോഗ് എന്നറിയോ, നമ്മൾ അഡ്വാൻസ്ഡ് ലാബാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വന്നിട്ട് ലാബ് ചെയ്യാം, ഈ പഠിച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ലാബ് ചെയ്യാൻ പോവാടാ, പഠിക്കേണ്ട സമയത്താണ് ഈ ലാബെല്ലാം വേണ്ടത്. അങ്ങനെ പറഞ്ഞ ഒരാളാണ് നാടിയിലെ പ്രിൻസിപ്പാൾ. അതിൽ തന്നെ മനസ്സിലാക്കാം, ഈ ഒരു പ്രിൻസിപ്പൽ ഒരു വേൾഡ് തയളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ബോധമില്ല. പഠിക്കുന്ന സമയത്തുള്ള ഈ ലാബ് വേണ്ടത്, ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ ഈ ലാബ് ഉണ്ടാക്കാനെ കൊണ്ട് വരുന്നത്? അങ്ങനെ ആരെങ്കിലും ഈ ലാബ് ഉണ്ടാക്കാൻ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടോ? പിന്നെ അവർക്ക് പൈസ ചിലവല്ലേ? എന്ത് ബോധമില്ലാത്ത വർത്തമാനമൊക്കെ ഇയാൾ ഈ പറയുന്നത്? ഫസ്റ്റ് ഒരു കുട്ടി പറഞ്ഞു ഫീസ് അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സമയം തരണമെന്ന്. അപ്പം ഇവർ പറഞ്ഞ വർത്താനം എന്താ അറിയോ, നിങ്ങളെ ഒരാൾ നിങ്ങളെ പേരൻ്റ് ഇവിടെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീസ് അടക്കാനുള്ള സംഭവങ്ങളെല്ലാം ആയിട്ട് വേണം നിങ്ങളിവിടെ ചേർക്കാൻ, എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ ചേർക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം, ഈ കോളേജ് തുടങ്ങുമ്പം സകല സംഭവവും ഉണ്ടായിട്ട് വേണം ഇവരവിടെ കോളേജ് തുടങ്ങാൻ അല്ലേ? അതാണ് എല്ലാത്തിനും വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഈ പയ്യൻ പറയുന്നുണ്ട്. എടാ, നിനക്കൊക്കെ എന്താണ് ഇതൊക്കെ? നീയൊക്കെ എന്ത് ഈ കോളേജിൻ്റെ മറവിൽ നീയൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിനക്കൊന്നും സ്വന്തമായിട്ട് ഈ പറയുന്നൊരു ലാഭമോ കാര്യങ്ങളോ ഒന്നും നീ പ്രൊമോഷനിലൊന്നും കൊടുക്കുന്ന നിൻ്റെ ഒന്നും ഈ പറയുന്ന കോളേജിലൊന്നും ഇല്ല. എന്നിട്ട് നീയൊക്കെ പിള്ളേർക്ക് ഇതുപോലെ ഫീസ് അടയ്ക്കാൻ അതില്ല ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഒന്ന് ഇളവ് തരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നീ ഭീഷണിപ്പെടുത്തുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മുൻകൂറായിട്ട് നിങ്ങൾ ഇത്രയും പൈസ ഉണ്ടാക്കി വെക്കണം. നീ ആരാടാ? നീ ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പാൾ, ഇതിൻ്റെ ഉദ്യോഗസ്ഥർ, എന്തോന്നടേ ഇത്? നിങ്ങളിവിടെ എന്ത് തേങ്ങയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആടെ ഷിഫ്റ്റ് ബേസിലാണ് ക്ലാസ്സെല്ലാം നടക്കുന്നത്. ഈ ഷിഫ്റ്റ് ബേസ് ആവാൻ കാരണം എന്താ വെച്ചാൽ ആകെ ഈ 2 നിലയിലില്ലും, ആ വലിയ കമ്പനീൻ്റെ ആ ബിൽഡിങ്ങിൽ ആകെ 2 നിലയില്ലും, അതിൻ്റെ ഉള്ളിൽ ഇത്രയും ആളെ കൊള്ളിക്കണ്ടേ? എത്ര ഏകദേശം 3000-ൻ്റെ അടുത്താൻ്റെ പിള്ളേരുടെ തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഇവരൊന്നും കൊള്ളിക്കാനാവില്ല. അപ്പോൾ എന്തെന്ന് ഷിഫ്റ്റ് ബേസിലങ്ങ് ക്ലാസ് നടത്തി. ഇവർക്ക് പൈസയും വാങ്ങാം, എല്ലാവരും ഉൾക്കൊള്ളിച്ച് ക്ലാസ് നടത്തി പറയുക.
അതാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം ചില സ്ഥാപനങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ അധ്യാപകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പെക്റ്റ് തോന്നുന്ന അത്തരം ചില ആളുകളൊക്കെയാണ് ഈ അധ്യാപകരെന്ന് പറയുന്നത്. പക്ഷേ ഈ അധ്യാപക കൂട്ടത്തിൽ ഇതുപോലത്തുള്ള എന്താ പറയുക പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ സാറേന്ന് മര്യാദയ്ക്ക് വിളിക്കുന്നത്? അവർ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് വിളിക്കാൻ തോന്നുള്ളൂ. ഇങ്ങനെയുള്ളവനൊക്കെ ഈ തുടങ്ങിയ സ്ഥാപനത്തിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആക്കേണ്ടത് നിങ്ങൾ ഇത്തരം സ്ഥാപനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഈ പയ്യൻ്റെ യഥാർത്ഥ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥയും കൂടെ പയ്യൻ പറയുന്നുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് സർട്ടിഫിക്കറ്റും ഇല്ലാണ്ട് ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് അടയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ ഡിഗ്രി SLC +2 മൂന്നും അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുള്ള് പൈസ കൊടുക്കണമല്ലോ. അതെ, ഫുള്ള് പൈസ കൊടുത്താൽ മാത്രം ഇനി പയ്യന് ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കത്തുള്ളൂ. അതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പം പയ്യൻ ഈ ഒരു വീഡിയോക്കകത്തൂടെ ഇട്ടേക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പയ്യന് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കതിരെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ആ പയ്യൻ ഇറങ്ങി പോരത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ അവനെ പിന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് മാങ്ങാത്തൊലിയാണ് കാണിക്കുന്നത്? ഇതൊക്കെ ഇപ്പം കാലഘട്ടം ഒരുപാട് മാറി. അത്യാവശ്യം ചങ്കൂറ്റമുള്ള കുറേ പയ്യന്മാരൊക്കെ ഈ നാട്ടിലുണ്ട്. അതിലൊരു പയ്യനാണ് ഇവൻ. ഓക്കെ, അപ്പം ആ പയ്യനാണ് ഇതുപോലെ നിങ്ങൾക്കെതിരെ ഇത്രയും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്. വേറെ ഒരാൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കണ്ടില്ല. ഈ പയ്യൻ ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തോടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യണം തോന്നി. ഞാൻ ഇനി അവനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. കാര്യം ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ ചാനലിൽ അടുത്തൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏതൊക്കെയോ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവന് വോയിസ് മെസ്സേജ് എന്തോ അയച്ചിട്ട് ഇവനെന്തോ പ്രശ്നമുള്ളൊരു പയ്യനാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വന്നു. അതിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. അതെല്ലായിടത്തിനും അണ്ണാക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൂടെ കണ്ടപ്പോഴത്തേക്കിനും നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ മര്യാദയ്ക്ക് ചെറുക്കൻ്റെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുക. ഇല്ലെങ്കിൽ ചെറുക്കൻ ഇതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മീൻസ് ആ ഒരു വീഡിയോ തന്നെ കുറച്ച് ആളുകൾ കണ്ടു. ഇപ്പം തന്നെ നിങ്ങളുടെ കോളേജിന് അത്യാവശ്യം പേരായിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിനുണ്ടാകുന്ന നഷ്ടം വലിയ നഷ്ടമായിരിക്കും. നിങ്ങൾ ആലോചിക്കണം, ആ പയ്യൻ്റെ 3 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ മതി. ആ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് വലുതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക.